ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LED ടിവിയുടെ ഡിസ്പ്ലേ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെ എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. LG കമ്പനിയുടെ 43 ഇഞ്ച് LED ടിവി ആണിത്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇതുപോലൊരു കംപ്ലൈൻറ്റ് LED ടിവിയിൽ കാണിക്കുകയാണെങ്കിൽ ആ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുറച്ചധികം സാമ്പത്തിക ചെലവുള്ള വർക്കാണ് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 43 ഇഞ്ച് LED ടിവിയുടെ ഡിസ്പ്ലേ മാറുന്ന പൈസയ്ക്ക് അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു LED ടിവി പുതിയത് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ഇപ്പോൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നില്ല. നമുക്ക് ഈ സെറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്ന് നോക്കാം. ഫുൾ HD ടിവി ആയതുകൊണ്ട് ഈ ടീകോൺ ബോർഡിൽ നിന്ന് 2 സ്ട്രിപ്പുകൾ പാനലിലോട്ട് പോകുന്നുണ്ട്. അതിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ കാണുന്നതാണ് അവസ്ഥ. രണ്ട് വശവും നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് ഡിസ്പ്ലേയുടെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഷോർട്ട് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. ടീകോൺ ബോർഡിന്റെ ഏതെങ്കിലും ഒരു സൈഡിലെ സ്ട്രിപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ പിക്ചർ വരുന്നുണ്ട് എങ്കിൽ ആ ഓപ്പൺ ചെയ്ത സൈഡിലെ CKV ലൈൻസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായി നമുക്ക് ഈ പാനൽ റെഡിയാക്കി എടുക്കാം. പക്ഷേ CKV ലൈൻസ് ബ്ലോക്ക് ചെയ്താൽ തീരാവുന്ന ഒരു കംപ്ലൈൻ്റ് അല്ല ഇത്. CKV ലൈൻസ് ബ്ലോക്ക് ചെയ്ത് താൽക്കാലികമായി ഈ ഡിസ്പ്ലേ റെഡിയാക്കി എടുത്താൽ പോലും ഈ ഡിസ്പ്ലേയുടെ ലൈഫ് നമുക്ക് പറയാൻ കഴിയുകയില്ല. CKV ലൈൻസ് ബ്ലോക്ക് ചെയ്ത് റെഡി ആവാത്ത ടിവികളിൽ നമ്മൾ ചെയ്യുന്ന അടുത്ത മെത്തേഡാണ് ബൈപ്പാസിംഗ്. VGL വോൾട്ടേജും VGH വോൾട്ടേജും ഡിസ്പ്ലേയിലേക്ക് ഡയറക്റ്റ് എടുത്ത് കൊടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് ബൈപ്പാസ് എന്ന് പറയുന്നത്. CKV ലൈൻസ് ബ്ലോക്ക് ചെയ്ത് റെഡിയാവുന്ന ഡിസ്പ്ലേയേക്കാളും ആയുസ് കുറവായിരിക്കും ഈ രീതിയിൽ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ. ഇതെല്ലാം വ്യക്തമായി ഒരു കസ്റ്റമറോട് പറയുകയാണെങ്കിൽ പോലും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെയ്യുവാൻ മാത്രമേ കസ്റ്റമർ സമ്മതിക്കൂ. എന്നാൽ ആ ടിവി കുറച്ച് നാൾ കഴിയുമ്പോൾ റിട്ടേൺ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ചെയ്ത മെക്കാനിക്കിന് കുറ്റം പറയാനൊരു കാരണമാകും. എന്നാൽ ടെക്നീഷ്യൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്ന കസ്റ്റമറുമുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമറുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ടെക്നീഷ്യനെ അടുത്ത് വരുന്ന 90% വർക്കുകളിലും ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ കസ്റ്റമറുകൾ തയ്യാറാവാറില്ല. ആ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ രീതികളിലെല്ലാം വർക്ക് ചെയ്ത് നമ്മൾ ആ ടിവി റെഡിയാക്കി എടുക്കുന്നത്. താൽക്കാലികമായി ഇങ്ങനെയെല്ലാം റെഡിയാക്കി എടുക്കുന്ന ഡിസ്പ്ലേ പെട്ടെന്ന് തന്നെ വീണ്ടും കംപ്ലൈൻ്റായി വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ ഡിസ്പ്ലേ പുതിയത് മാറുകയാണെങ്കിൽ 4, 5 അതിലേറെ വർഷമോ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ടിവിയുടെ നിലവിലുള്ള കംപ്ലൈൻ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നാൽ പോലും ഈ ടിവിക്ക് ലൈഫ് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. ഏതെല്ലാം ഡിസ്പ്ലേകൾ ഏതെല്ലാം കംപ്ലൈൻറ്റുകൾക്ക് റെഡിയാക്കി എടുത്താൽ ലൈഫ് കിട്ടുമെന്ന് എല്ലാ ടെക്നീഷ്യന്മാർക്കും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ കസ്റ്റമറോട് പറയുന്നത്. 90% കസ്റ്റമറുകളും ആ സമയങ്ങളിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാതെ ടിവി മടക്കി ചോദിക്കുകയാണ് പതിവ്. അതുവരെ ആ ടെക്നീഷ്യൻ എടുത്ത എഫോർട്ടിന് പോലും ഒരു സർവീസ് ചാർജ് ചോദിച്ചാൽ കൊടുക്കാൻ മടിയാണ്. കാരണം ടിവി ശരിയായില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ടിവി റിട്ടേൺ കംപ്ലൈൻ്റ് ആയി വന്ന് പഴി കേൾക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും താൽക്കാലികമായി ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് ആ ടിവി റെഡിയാക്കി കൊടുത്തതിന് ശേഷം സർവീസ് ചാർജ് വാങ്ങേണ്ട അവസ്ഥയിലാണ് എല്ലാ മെക്കാനിക്കുകളും. ഇതൊരു ഭാഗ്യപരീക്ഷണമാണ്. ഇങ്ങനെ ചെയ്തു പോകുന്ന ടിവികൾ കസ്റ്റമറിൻ്റെ ഭാഗ്യം കൊണ്ട് കുറച്ചധികം നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെക്കാനിക്കിന് പണി അറിയാം. എന്നാൽ പെട്ടെന്ന് റിപ്പീറ്റ് കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ ആ മെക്കാനിക്കിന് പണി അറിയില്ല എന്നുള്ളൊരു ദുഷ്പേര് കൂടി വരുന്നൊരു ഫീൽഡാണ് ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ഫീൽഡ്. മറ്റൊരു ഫീൽഡിലും കസ്റ്റമറുടെ മനോഭാവം ഇതുപോലെയാണ് എന്ന് തോന്നുന്നില്ല.